സോ ഇവിടെ 4 ഘരാനാസ് ഓഫ് കഥക്കും അതിൻ്റെ ഫൗണ്ടേഴ്സും ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആരൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഘരാനാസ് ഓഫ് കഥക് ഹാവ് ബീൻ ആക്സെപ്റ്റഡ്. ഏതൊക്കെയാണ്? ലഖ്നൗ ഘരാന, 7 എൻജിൻസ് എന്ന് പറയുന്നത് റെയിൽവേ, റോഡ്, പോർട്ട്, വാട്ടർവേസ്, എയർപോർട്ട്സ്, മാസ് ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ. സരോജിനി നായിഡു അദ്ദേഹത്തിന് അംബാസിഡർ ഓഫ് ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്ന് വിളിച്ചു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ഇത് പഠിച്ചു വയ്ക്കാം, ചോദിക്കാറുള്ളതാണ്. ആപ്ലിക്കൻസ് ക്യാൻ ഇനീഷ്യലി ആക്സസ് 13 ക്രെഡിറ്റ് ലിങ്ക്ഡ് ഗവൺമെൻറ് സ്കീംസ് കേറ്ററിംഗ് ടു യൂത്ത്, സ്റ്റുഡൻസ്, entrepreneurs and farmers via education loan, agriculture loan, business activity loan and livelihood loan. ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻട്രിയുടെ യൂട്യൂബ് സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ SSC CGLൻ്റെ ഫ്രീ ഹിറ്റ് സീരീസിൻ്റെ അടുത്തൊരു സെഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ജനറൽ അവയർനെസ്സിൻ്റെ 5ാമത്തെ സെഷനാണിത്. സോ കഴിഞ്ഞ സെഷൻസ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഈ സെഷൻ്റെ അകത്തും നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നമ്മൾ അതിൽ അപ്ഡേറ്റഡ് ഇൻഫർമേഷൻസും ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ സമയം കളയണ്ട, നമുക്ക് സെഷനിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, നെയിം ദ ഭക്തി സെയിൻറ്റ് ഫ്രം സൗത്ത് ഇന്ത്യ ഹു വാസ് ഇനീഷ്യലി എ ജൈന ആൻഡ് എ മിനിസ്റ്റർ ഇൻ ദ കോർട്ട് ഓഫ് ചാലൂക്യ കിങ് ഇൻ ദ 12th century. സോ ഒരു ഭക്തി സെയിൻറ്റിനെ പറ്റിയാണ് ചോദിക്കുന്നത്. എന്താണ് ഈ ഭക്തി സെയിൻറ്റിൻ്റെ പ്രത്യേകത? സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്, ഇനീഷ്യലി ഒരു ജൈനയായിരുന്നു ആൻഡ് ചാലൂക്യ രാജാവിൻ്റെ മിനിസ്റ്റർ ആയിരുന്നു ഇദ്ദേഹം. ആരെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്? ബസവണ്ണ. ഓപ്ഷൻ ബി ബസവണ്ണ. അദ്ദേഹം ഇനീഷ്യലി ഒരു ബ്രാഹ്മണനായിരുന്നു, പിന്നെ അദ്ദേഹം ജൈനയായി, അത് കഴിഞ്ഞിട്ട് ഭക്തി സെയിൻറ്റായി മാറുകയായിരുന്നു. സോ അദ്ദേഹം അതായത് അദ്ദേഹത്തിൻ്റെ ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ പേരായിരുന്നു വീരശൈവ ഓർ ലിംഗായത്. വീരശൈവ ഓർ ലിംഗായത് ലെഡ് ബൈ ബ്രാഹ്മണ നെയിംഡ് ബസവണ്ണ ഇൻ കർണാടക റീജിയൻ. ഓക്കെ, അപ്പോൾ വീരശൈവ ഓർ ലിംഗായത്സിൻ്റെ ലീഡർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ബസവണ്ണയാണ്. ശിവനെ ആരാധിക്കുന്നവരായിരുന്നു ഇവർ. സോ ശിവ വാസ് വർഷിപ്ഡ് ഇൻ ദ ലിംഗ ഫോം ആൻഡ് ബിലീഫ് എന്തായിരുന്നു? മരണശേഷം നമ്മൾ ശിവനുമായിട്ടാണ് ചെന്ന് ചേരുന്നത്. സോ വിൽ ബി യുണൈറ്റഡ് അപ്പോൺ ഡെത്ത്, ഹെൻസ് ബറിയൽ നോട്ട് ക്രിമേഷൻ. ഓക്കെ, പിന്നെ എൻകറേജ്ഡ് പോസ്റ്റ് പ്യൂബർട്ടി മാരേജ് ആൻഡ് വിഡോ റീമാരേജ്. ഇവരുടെ സോഴ്സ് എന്താണ്? ഇവരെ പറ്റിയുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നത് വച്ചനാസ്. ഓക്കെ, വച്ചനാസ് ഇൻ കന്നഡ. ഓക്കെ, ക്ലിയർ? അപ്പോൾ ബസവണ്ണ കർണാടക റീജിയനിൽ നിന്നാണ്. വീരശൈവ, ഓക്കെ, വീരശൈവ ലിംഗായത്സ് അദ്ദേഹമാണ് ഫോം ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് ബനാറസ് ഘരാന ഓഫ് കഥക്? കഥക്കിൻ്റെ ഡിഫറെൻറ്റ് ഘരാനാസ് ഉണ്ട്. ഓക്കെ, അതിൽ ബനാറസ് ഘരാനയുടെ ഫൗണ്ടർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ജാനകി പ്രസാദ്. ഓപ്ഷൻ ഡി, ജാനകി പ്രസാദ് ആണ് ബനാറസ് ഘരാന ഓഫ് കഥക്കിൻ്റെ ഫൗണ്ടർ. സോ ഇവിടെ 4 ഘരാനാസ് ഓഫ് കഥക്കും അതിൻ്റെ ഫൗണ്ടേഴ്സും ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആരൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഘരാനാസ് ഓഫ് കഥക് ഹാവ് ബീൻ ആക്സെപ്റ്റഡ്. ഏതൊക്കെയാണ്? ലഖ്നൗ ഘരാന, ജയ്പൂർ, ബനാറസ് ആൻഡ് റായ്ഗഡ്. ലഖ്നൗ ഘരാന ഫൗണ്ടർ ഈസ് ഈശ്വരി പ്രസാദ്. ലഖ്നൗ ഈശ്വരി പ്രസാദ്. ലഖ്നൗ ആരാണ്? ഈശ്വരി പ്രസാദ്. ജയ്പൂർ ഭാനുജി മഹാരാജ്. ജയ്പൂരിലെ ഭാനുജി മഹാരാജ്. ബനാറസ് ഇപ്പം നമ്മൾ പറഞ്ഞു ജാനകി പ്രസാദ്. പിന്നെ റായ്ഗഡിൻ്റേത് രാജ ചക്രധർ സിംഗ്. രാജ ചക്രധർ സിംഗ് ആണ് റായ്ഗഡ്. ഓക്കെ, അപ്പോൾ 4 ഘരാനാസ് ഏതൊക്കെയാണ്? ലഖ്നൗ, ജയ്പൂർ, ബനാറസ്, റായ്ഗഡ്. ലഖ്നൗവിൻ്റേത് ഈശ്വരി പ്രസാദ് ആണ്, ബനാറസിൻ്റെ ജാനകി പ്രസാദ്. അപ്പോൾ 2 പ്രസാദിൻ്റെ പേര് കഴിഞ്ഞു. ലഖ്നൗവും ബനാറസും കഴിഞ്ഞു. ജയ്പൂർ ഭാനുജി മഹാരാജും റായ്ഗഡിൻ്റേത് രാജ ചക്രധർ സിംഗുമാണ്. വാട്ട് ഹാപ്പൻസ് ടു ഗാർഡ് സെൽ വെൻ വാട്ടർ ഫ്ലോസ് ഇൻ ടു ദം? എവിടെ ഈ ഗാർഡ് സെൽ നമ്മൾ പഠിക്കുന്നത്? ലീഫിൻ്റെ സർഫസിൽ അല്ലേ? ലീഫിൻ്റെ സർഫസിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാകും അല്ലേ? ഇലയിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ സ്റ്റൊമേറ്റ എന്ന് പറയുന്ന, ഓപ്പണിങ്സിന് സ്റ്റൊമേറ്റ എന്ന് പറയുന്നു. ആ ഓപ്പണിങ്ങിൻ്റെ 2 സൈഡിലും ഇങ്ങനെ കിഡ്നി പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഡംബൽ പോലെ ഇരിക്കുന്നത്, അത് ഡൈക്കോട്ടാണോ മോണോക്കോട്ടാണോ, അതിൻ്റെ ബേസിസിൽ കിഡ്നി പോലെയോ ഡംബൽ പോലെ ഇരിക്കുന്ന സെല്ലുകളുണ്ട് 2 സൈഡിലും. അതിനെയാണ് നമ്മൾ ഗാർഡ് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗാർഡ് സെൽ തുറക്കുമ്പോൾ സ്റ്റൊമേറ്റ ഓപ്പൺ
ആവും? ഗാർഡ് സെൽ അടുത്ത് വരുമ്പോൾ സ്റ്റൊമേറ്റ ക്ലോസ് ആകും. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഈ ഗാർഡ് സെല്ലിൻ്റെ അകത്ത് വെള്ളം കയറി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? അതിൽ വെള്ളം കയറുമ്പോൾ അത് വീർത്ത് വരും. അത് വീർത്ത് വരുമ്പോൾ അത് രണ്ടും തമ്മിൽ സെപ്പറേറ്റഡ് ആകും. നടുക്ക് സ്റ്റൊമേറ്റൽ ഓപ്പണിംഗ് ഓപ്പൺ ചെയ്യും. സോ എന്താ സംഭവിക്കുന്നത്? സ്റ്റൊമേറ്റ ഓപ്പൺ, സ്റ്റൊമേറ്റൽ പോർ ഓപ്പൺസ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മളൊരു ഇല എടുത്തു കഴിഞ്ഞാൽ ഇലയിൽ നിറയെ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. അതിലൂടെയാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് ഒക്കെ നടക്കേണ്ടത്. സോ ആ സുഷിരങ്ങളെയാണ് സ്റ്റൊമേറ്റ എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ട് സൈഡിലുമുള്ള സെല്ലുകളാണ് ഗാർഡ് സെൽ. So stomata, these are minute openings on the epidermis of leaf surrounded by guard cell which regulate the opening and closing. Okay, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. Entry of water into the stomata makes the guard cell swell which leads to the opening of stomata. The stomata closes when the guard cells lose water and constrict, become flaccid and straight. Okay. സോ ഇതാണ് നമ്മുടെ ഗാർഡ് സെൽസ്. ഇപ്പോൾ ഈ രണ്ട് ഗാർഡ് സെൽസ് കണ്ടില്ലേ? ഇപ്പോൾ ഇതിനിടയിൽ ഗ്യാപ്പ് ഒന്നുമില്ല. അപ്പോൾ സ്റ്റൊമേറ്റൽ ഓപ്പണിംഗ് ക്ലോസ്ഡ് ആണ്. അതാ ഇത് രണ്ടും ഇങ്ങനെ വലുതായി കഴിയുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പോൾ ഇത് കാണുന്നതാണ് നമ്മുടെ സ്റ്റൊമേറ്റൽ ഓപ്പണിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്വസ്റ്റ്യൻ കൺസിസ്റ്റ് ഓഫ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ്, നെയിംലി അസേർഷൻ ആൻഡ് റീസൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് അതിൻ്റെ ഫസ്റ്റ് വൺ ഒരു സംഭവം നമ്മൾ പറയുകയാണ്, രണ്ടാമത്തെ അതിൻ്റെ റീസൺ ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരിയാ, രണ്ടും ശരിയാണോ രണ്ടും തെറ്റാണോ ഒന്നും ശരി അങ്ങനെയൊക്കെ പറയില്ലേ, അതാണ് നമ്മൾ പറയേണ്ടത്. ആദ്യത്തെ ചോദ്യം, ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ ഇന്ത്യാസ് എക്സ്പോർട്ട് എക്സീഡഡ് ദ ഇമ്പോർട്ട് ലീഡിങ് ടു സർപ്ലസ് ഓഫ് ബാലൻസ് ഓഫ് ട്രേഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷേഴ്സിൻ്റെ റൂളിൻ്റെ സമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് വളരെയധികം കൂടി, ഇമ്പോർട്ടിനേക്കാളും കൂടുതലായിരുന്നു എന്നാണ് പറയുന്നത്. റീസൺ എന്താ പറയുന്നത്? ദ സർപ്ലസ് ഓഫ് ബാലൻസ് ഓഫ് ട്രേഡ് വാസ് യൂസ്ഡ് ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ. ആണോ? എക്സ്പോർട്ട് കൂടി എന്ന് പറയുന്നത് ശരിയാണ്. ഇന്ത്യൻ റോ മെറ്റീരിയലിൻ്റെ ഡിമാൻഡ് കൂടുതലായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് വളരെ തുച്ഛമായ വിലയ്ക്ക് സാധനങ്ങൾ എടുത്തിട്ട് വെളിയിലോട്ട് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർ. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പക്ഷേ അതും കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് ഒന്നും നമ്മളിവിടെ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിനൊന്നും അല്ല അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അല്ലേ. അപ്പോൾ ആ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ എ ഈസ് ട്രൂ, ബി ഈസ് ആർ ഈസ് ഫോൾസ്, ഓപ്ഷൻ ഡി. ഓക്കെ, the reason for India's export surplus during the colonial period was mainly due to exploitative economic policies of the British government. അല്ലാണ്ട് ഇന്നത്തെ പോലെ നമ്മളിവിടെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നതായിരുന്നില്ല. അവരുടെ എക്സ്പ്ലോയിറ്റേറ്റീവ് പോളിസിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്ന് റോ മെറ്റീരിയൽ, അവർ പറയുന്ന സാധനങ്ങൾ ഇവിടെ കൃഷി ചെയ്ത് ഇവിടുന്ന് പുറത്തേക്ക് അയക്കുകയായിരുന്നു. ഇന്ത്യ വാസ് ഫോഴ്സ്ഡ് ടു എക്സ്പോർട്ട് ഇറ്റ്സ് റോ മെറ്റീരിയൽസ് ടു ബ്രിട്ടൻ അറ്റ് ലോ പ്രൈസ് ആൻഡ് വാസ് റിക്വയർഡ് ടു ഇമ്പോർട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് അറ്റ് ഹൈ പ്രൈസ്. ഓക്കെ, the Mauryan pillar capital found at Dash is popularly known as Lion capital, Bull capital, Lion capital, അങ്ങനെ ഡിഫറെൻറ്റ് ക്യാപിറ്റൽസ് ഉണ്ട് അല്ലേ, ഡിഫറെൻറ്റ് പില്ലേഴ്സിൽ. സോ ഏത് മൗര്യൻ പില്ലറിനെയാണ് നമ്മൾ ലയൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? അത് എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ സാർനാഥിലെ ലയൺ ക്യാപിറ്റൽ അങ്ങനെയല്ലേ പറയാ? ഓപ്ഷൻ ഡി, സാർനാഥ് ലയൺ ക്യാപിറ്റൽ. The lion capital, discovered more than 100 years ago at Sarnath near Varanasi, is generally referred to as സാർനാഥ് ലയൺ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ വാരാണസിക്ക് അടുത്തുള്ള സാർനാഥിൽ നിന്നാണ് ഈ ലയൺ ക്യാപിറ്റൽ കിട്ടിയത്. ലയൺ ക്യാപിറ്റൽ വെച്ചാൽ അതിൻ്റെ തല ലയൺ പോലെയാണ് ഇരിക്കുന്നത്, തലഭാഗം ലയൺ ആണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ലയൺ ക്യാപിറ്റൽ. ബുള്ളാണെങ്കിൽ ബുൾ ക്യാപിറ്റൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ റെഫർ ടു ആസ് സാർനാഥ് ലയൺ ക്യാപിറ്റൽ. built by Ashoka to commemorate ധർമ്മചക്ര പ്രവർത്തന. എന്തായിരുന്നു ധർമ്മചക്ര പ്രവർത്തന? മഹാത്മാബുദ്ധൻ്റെ ആദ്യത്തെ സർമൺ ആണ് അല്ലേ, ധർമ്മചക്ര പ്രവർത്തന. സോ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അശോക ചക്രവർത്തി പണിതതാണ് ഈ ലയൺ ക്യാപിറ്റൽ സാർനാഥിലെ. അതിന് കുറച്ച് പാർട്സ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഒരു പില്ലർ ഉണ്ട്, ദ പില്ലർ ഷാഫ്റ്റ്. ഓക്കെ, ഞാൻ പിക്ചർ കാണിച്ചു തരാം കേട്ടോ. ദ ലോട്ടസ് ബെൽ ഓർ ബേസ്, പിന്നെ a drum on the base bell base with 4 animals, അതിനെയാണ് അബാക്കസ് എന്ന് പറയുന്നത്. പിന്നെ 4 മെജസ്റ്റിക് ലയൺ ബാക്ക് ടു ബാക്ക് ടോപ്പിൽ. പിന്നെ ഒരു ധർമ്മചക്രയുണ്ട്, ലാർജ് വീൽ. ഹൗവെവർ ദിസ് വീൽ ഈസ് ബ്രോക്കൺ. ഓക്കെ, ഇത് പൊട്ടിയിരിക്കുകയാണ്, അപ്പോൾ അത് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ പാർട്സ്. ഒരു ഷാഫ്റ്റ് അല്ലെങ്കിൽ പില്ലർ ഉണ്ട്, പിന്നെ ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ലോട്ടസ് ഉണ്ട്, പിന്നെ ഒരു ഡ്രം ഉണ്ട്, അതിന് അബാക്കസ് എന്ന് പറയും. അതിൽ 4 ആനിമൽസിൻ്റെ പടങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ലയൺ ഉണ്ട്, 4 സൈഡിലോട്ടും തിരിഞ്ഞിരിക്കുന്ന 4 ലയണിൻ്റെ പിക്ചർ ഉണ്ട്. ധർമ്മചക്രയും ഉണ്ട്, പക്ഷെ അത് പൊട്ടിയാണ് ഇരിക്കുന്നത്. സോ
ഇതാണ് സംഭവം, നമ്മുടെ ഷാഫ്റ്റ്. ഓക്കെ, ഇതാണ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബെൽ ഷേപ്ഡ് ഇൻവേർട്ടഡ് ലോട്ടസ് ആണ്. ഇതാണ് അബാക്കസ്, ഈ പാർട്ട്. ഇതിൻ്റെ അകത്ത് കണ്ടോ, ഇവിടെ ചക്രമുണ്ട്, ഓൾട്ടർനേറ്റ് ആയിട്ട് ആനിമൽസിൻ്റെ പടങ്ങളും ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ലയൺ ക്യാപിറ്റൽ ആണ്. ഇതാണ് വീല്, ധർമ്മചക്രം. അബാക്കസ് ഹാസ്, നമ്മൾ പറഞ്ഞു അബാക്കസ് ഈ പാർട്ട്. Abacus has depiction of chakra in 4 directions and ഏതൊക്കെയാണ് ആനിമൽസ്? 4 ആനിമൽസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഏതൊക്കെയാണ്? ബുള്ള്, ഹോഴ്സ്, എലിഫന്റ്, ലയൺ. ബുള്ള്, ഹോഴ്സ്, എലിഫന്റ്, ലയൺ ബിറ്റ്വീൻ എവറി ചക്ര. ചക്രയ്ക്കകത്ത് 24 സ്പോക്സ് ഉണ്ട്. അതാണ് നമ്മുടെ ഫ്ലാഗിൻ്റെ അകത്തും അതാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. ദ സർക്കുലർ അബാക്കസ് is supported by inverted lotus capital. How many engines drive PM Gati Shakti, a project launched by central government with an aim to revolutionize infrastructure in India? So PM Gati Shakti ക്ക് എത്ര engines ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 7 engines. PM Narendra Modi launched PM Gati Shakti National Master Plan for Infrastructure Development. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാം. എന്തിനുള്ളതായിരുന്നു എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനുള്ളതാണ് PM Gati Shakti, October 2021. Essentially a digital platform to bring 16 ministries including railway and roadways together for integrated planning and coordinated implementation of infrastructure connectivity product. Okay, 16 മിനിസ്ട്രീസിനെയാണ് ഇതിൻ്റെ അകത്ത് ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡേറ്റ് ഓർത്ത് വയ്ക്കുക, October 2021. ആൻഡ് 16 മിനിസ്ട്രീസിനെയാണ് ഇതിൽ ഒരുമിച്ച് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. സോ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ അകത്ത് 7 എൻജിൻസ് ആണ് വരുന്നത്. എന്തൊക്കെയാണ് ഈ 7 എൻജിൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? 7 എൻജിൻസ് എന്ന് പറയുന്നത് റെയിൽവേ, റോഡ്, പോർട്ട്, വാട്ടർവേസ്, എയർപോർട്ട്സ്, മാസ് ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ. എളുപ്പമാണ് അല്ലേ, നമ്മുടെ ട്രാൻസ്പോർട്ടിൻ്റെ എല്ലാം വരുന്നുണ്ട്. റെയിൽവേ, റോഡ്, വാട്ടർവേസ് ഉണ്ട്. അപ്പോൾ വാട്ടർവേസിൻ്റെ ഇവിടെ പോർട്ട് വരും, എയർപോർട്ട് വരുന്നുണ്ട്. അപ്പോൾ തന്നെ 5 എണ്ണം കഴിഞ്ഞു. പിന്നെ മാസ് ട്രാൻസ്പോർട്ടും ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചറും. ഓക്കെ, where is the National Dope Testing Lab located? നമ്മൾ ഈ സ്പോർട്സിനൊക്കെ കളിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഡോപ്പ് ടെസ്റ്റ് ചെയ്യണം അല്ലേ, എന്തെങ്കിലുമൊക്കെ ഈ മയക്കുമരുന്ന് പോലെയുള്ള ഉത്തേജക മരുന്നുകളൊക്കെ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. സോ നാഷണൽ ഡോപ്പ് ടെസ്റ്റിംഗ് ലാബ് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാഷണൽ ഡോപ്പ് ടെസ്റ്റിംഗ് ലാബ് നമ്മുടേത് ഡൽഹിയിലാണ്, ന്യൂ ഡൽഹിയിൽ. National Dope Testing Laboratory, it's a premier analytical testing and research organization established as an autonomous body under Ministry of Youth Affairs and Sports. Okay, അപ്പോൾ ഏത് മിനിസ്ട്രിയാണ് അണ്ടർ വരുന്നത്? Ministry of Youth Affairs and Sports. Only laboratory in country responsible for human sport dope testing. ഇതിൻ്റെ CEO ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ പുരൻ ലാൽ സാഹു ആണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 2008. ഓക്കെ, അപ്പോൾ നാഷണൽ ഡോപ്പ് ടെസ്റ്റിംഗ് ലബോറട്ടറി ഡൽഹിയിലാണ്, 2008 എസ്റ്റാബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In January 2022, the Supreme Court conferred daughters with equal rights to father's property even prior to codification of Hindu personal laws and enactment of Hindu Succession Act in dash. സോ 2022 സുപ്രീം കോടതി പറയാണ് അച്ഛൻ്റെ പ്രോപ്പർട്ടിയിൽ പെൺകുട്ടികൾക്കും തുല്യ അവകാശമുണ്ട്. ആൻഡ് ഇത് ബാക്കിലോട്ട് പോയിട്ട് എനാക്ട്മെൻറ്റ് ഓഫ് ഹിന്ദു സക്സഷൻ ആക്ട് എന്നാണോ എനാക്ട് ചെയ്തത് അന്ന് മുതൽ അത് ആപ്ലിക്കബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹിന്ദു സക്സഷൻ ആക്ട് എപ്പോഴാണ് വന്നതെന്നാണ് ഇവിടെ ഇൻഡയറക്ട്ലി ചോദിച്ചിരിക്കുന്നത്. 1956 ആണ് കേട്ടോ. സോ January 2022, the Supreme Court of India ruled that law of inheritance applies to partition of properties even if the father died intestate before the Hindu Succession Act of 1956. Okay, the court's judgment state that the daughter of a male Hindu who died intestate before 1956 would be entitled to inherit his self-acquired property in preference to അതർ പീപ്പിൾ. മറ്റുള്ള റിലേറ്റീവ്സിനേക്കാളും കൂടുതൽ അവകാശം കൂട്ടത്തിലുള്ള പെൺകുട്ടികൾക്കായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, who coined the term zeroth law of thermodynamics in 1931? സോ ആദ്യം നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ലോസ് ആണ് ഉണ്ടായിരുന്നത്. പിന്നീട് വന്നതാണ് ഈ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇതിലെന്താ പറയുന്നത്? 2 bodies in equilibrium
with the third are in equilibrium with each other. So two bodies which are in equilibrium with the third body are actually in equilibrium with each other also എന്ന് പറയുന്ന ലോ ഓഫ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഏതാണെന്നാണ്, ആരുടേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? റാൽഫ് എച്ച് ഫൗളർ. സോ ഇതാണ് നമ്മുടെ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. ലാസ്റ്റ് വന്നതാണ് നമ്മുടെ 0th ലോ. ഇതിൽ പറയുന്നത് 2 systems in equilibrium with the third system are in thermal equilibrium with each other. ഫസ്റ്റ് ലോ എന്താണ്? കൺസർവേഷൻ ഓഫ് എനർജിയെ പറ്റിയാണ് പറയുന്നത്. എനർജി ക്യാൻ ചേഞ്ച് ഫോം ബട്ട് ഇസ് നീദർ ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയ്ഡ്. നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലേ, എനർജി കെ നോട്ട് ബി ക്രിയേറ്റഡ്. പുതുതായിട്ട് നമുക്ക് എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സെക്കൻഡ് ലോ, entropy of an isolated system always increases. Entropy of an isolated system always increases. മൂന്നാമത്തെ ലോ, entropy of a system approaches a constant as temperature approaches absolute zero. So ഇതാണ് 4 laws of thermodynamics. Which of the following is not included in capital receipt? So capital receipt എക്കണോമിക്സിൻ്റെ പാർട്ടാണ്. ക്യാപിറ്റൽ റെസിപ്റ്റിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ റെസിപ്റ്റിൽ പെടാത്തതാണ് ടാക്സുകൾ. ഫോറിൻ എയ്ഡ്, റിക്കവറി ഓഫ് ലോൺസ്, ബോറോയിങ് ഇതെല്ലാം വരും. വരാത്തത് ടാക്സ് ആണ്. Items about the purchase and sale of investment, loans, borrowing are included in capital receipt. എന്തൊക്കെയാണ് വരുന്നത്? എന്തൊക്കെ ഐറ്റംസ്? പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ലോൺസ്, ബോറോയിങ് ഇതെല്ലാം വരുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ടാക്സ് ഇസ് എ റെവന്യൂ റെസിപ്റ്റ്. Now income tax, sales tax, other tax that government collects as part of regular revenue streams are examples of daily operating actions and they are revenue റെസിപ്റ്റുകൾ. ഓക്കെ, ക്യാപിറ്റൽ റെവന്യൂ ഓൺ ദി അതർ ഹാൻഡ് ഇതിൽ എന്തൊക്കെയാണ് വരിക? ലോങ് ടേം ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ലൈക്ക് ബോറോയിങ് ഓർ അസെറ്റ് സെയിൽ that alter the capital structure of the government. ഓക്കെ, സോ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളടുത്തൊരു കാര്യം പറയാനുണ്ട്. അതായത് ഓൾറെഡി പല സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ CGLൻ്റെ സ്പെഷ്യൽ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ CGL എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പക്ഷേ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്, നിങ്ങൾക്ക് അത് മോട്ടിവേറ്റഡ് ആവുന്നില്ല, നിങ്ങൾക്ക് വേണ്ട അത്രയും മെറ്റീരിയൽ കിട്ടുന്നില്ല, എന്ത് പഠിക്കണം, അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസ് പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ തീർക്കാം. നമുക്ക് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സസ്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, അതുപോലെ തന്നെ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതിൻ്റെ സെഷൻസ് ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങൾക്ക് ഇനിയിപ്പോൾ തന്നെ ഇത് കാണുമ്പോൾ അറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തതായിട്ടുള്ളതും ലൈവ് സെഷൻസും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടാവും. ആ മെൻറ്ററിൻ്റെ ഒരു പേഴ്സണൽ ഈ പറഞ്ഞ പോലെ അഡ്വൈസും ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൂടുതലായി നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, സോ ഇനി നമുക്ക് മുന്നോട്ട് പോയാലോ? 11ാമത്തെ ചോദ്യം. വിച്ച് സെഷൻ ഓഫ് കോൺഗ്രസ് ആൻഡ് മുസ്ലിം ലീഗ് റീച്ച്ഡ് ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ക്രിയേറ്റിംഗ് എ ജോയിൻറ്റ് ഫ്രണ്ട് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റെജീം? മുസ്ലിം ലീഗ് ആൻഡ് കോൺഗ്രസ് ഒരുമിച്ച് വരാൻ തീരുമാനിച്ചത് ഏത് സെഷനിലാണ്? ഏത് സെഷനായിരുന്നു? നമ്മുടെ ലക്നൗ സെഷൻ ആയിരുന്നു അല്ലേ, 1916 ലക്നൗ സെഷൻ. കോൺഗ്രസിൻ്റെ അകത്ത് സ്പ്ലിറ്റ് ഉണ്ടായത് ഏത് സെഷനിലായിരുന്നു? 1907 സൂറത്ത് സ്പ്ലിറ്റ്. ഓക്കെ, അപ്പോൾ സ്പ്ലിറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും സ്പ്ലിറ്റ് ചെയ്തു. അത് 1907 ആണ്. 1916 കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ച് വരാൻ തീരുമാനിക്കുന്നു. പിന്നെ ഈ സ്പ്ലിറ്റ് ചെയ്തു പോയ ആൾക്കാരും ഒരുമിച്ച് വരാൻ തീരുമാനിക്കുകയാണ്. സോ അത് ലക്നൗ സെഷനാണ് 1916. സോ 1916 ലക്നൗ പാക്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ സമയത്ത് INCയുടെ പ്രസിഡന്റ് അംബിക ചരൺ മജുംദാർ ആയിരുന്നു. എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ INC ആൻഡ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ എക്സ്ട്രീമിസ്റ്റ് ആൻഡ് മോഡറേറ്റ്സും ഒരുമിച്ച് വരാൻ തീരുമാനിക്കുന്നു. മുസ്ലിം ലീഗിനെ കോൺഗ്രസുമായി ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി മെയിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മുഹമ്മദ് അലി ജിന്നയുടേതാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ കാരണം തന്നെ സരോജിനി നായിഡു അദ്ദേഹത്തിന് അംബാസിഡർ ഓഫ് ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്ന് വിളിച്ചു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ഇത് പഠിച്ചു വയ്ക്കാം, ചോദിക്കാറുള്ളതാണ്. സോ who was called the ambassador of Hindu Muslim Unity? So ഹിന്ദു മുസ്ലിം യൂണിറ്റിയുടെ അംബാസിഡർ എന്നറിയപ്പെട്ടിരുന്നത് മുഹമ്മദ് അലി ജിന്നയാണ്. ആൻഡ് ഹൂ കോൾഡ് ഹിം അംബാസിഡർ ഓഫ് ഹിന്ദു മുസ്ലിം യൂണിറ്റി? ആരാണ് അദ്ദേഹത്തിന് അങ്ങനെ അഡ്രസ്സ് ചെയ്തത് അല്ലെങ്കിൽ വിളിച്ചത്? സരോജിനി നായിഡു. എന്തിനോട് റിലേറ്റഡ് ആയിട്ടായിരുന്നു?
ലക്നൗ സെഷൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് സീഡ്സ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ? സോ ഗ്രീൻ റെവല്യൂഷൻ ബേസിക്കലി നമ്മുടെ കൃഷിയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള, അതായത് ഫുഡ് ക്രോപ്സിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു റെവല്യൂഷൻ ആയിരുന്നു ഗ്രീൻ റെവല്യൂഷൻ. അപ്പോൾ അതിൽ ഏത് ടൈപ്പ് ഓഫ് സീഡുകളാണ് നമ്മൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചത്? ഹൈ yielding വെറൈറ്റീസ് അല്ലേ, ഹൈ yielding ഡിസീസ് റെസിസ്റ്റൻറ്റ് വെറൈറ്റി ഓഫ് സീഡ്സ് ഉപയോഗിക്കാനാണ് തീരുമാനമായത്. So Green Revolution in India was initiated in 1960s by introducing high yielding varieties of rice and wheat mainly. Okay, food crops എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് റൈസും വീറ്റും ആയിരുന്നു, to increase the food production in order to alleviate hunger and poverty. 13th question, which state won Santosh Trophy in May 2022? Santosh Trophy May 2022 ജയിച്ചത് ആരാണ്? കേരളയാണ് കേട്ടോ, കേരള. ഇന്റർസ്റ്റേറ്റ് ഫുട്ബോൾ കോമ്പറ്റീഷൻ ആണിത്. ഇന്റർസ്റ്റേറ്റ് ഫുട്ബോൾ കോമ്പറ്റീഷൻ ആണ് സന്തോഷ് ട്രോഫി, കണ്ടസ്റ്റഡ് ബൈ ദ സ്റ്റേറ്റ് അസോസിയേഷൻസ് ആൻഡ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ ദ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ, ദ സ്പോർട്സ് ഗവേണിംഗ് ബോഡി ഓഫ് ഇന്ത്യ. സോ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അണ്ടർ വരുന്ന സ്റ്റേറ്റ് അസോസിയേഷൻസും അതുപോലെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടി നടത്തുന്ന ഒരു ഫുട്ബോൾ ടൂർണമെൻ്റാണ് ഈ പറഞ്ഞ സന്തോഷ് ട്രോഫി, ഫൗണ്ടഡ് ഇൻ 1941. സോ 2022 കാര്യമാണ് ചോദിച്ചത് അല്ലേ. 2023-2024 സന്തോഷ് ട്രോഫി 77th എഡിഷൻ ഹെൽഡ് ഇൻ അരുണാചൽ പ്രദേശ്. ഓക്കെ, ചോദിക്കാം എവിടെയാണ് നടന്നത്? അരുണാചൽ പ്രദേശിലാണ് നടന്നത്. വൺ ബൈ സർവീസസ്. In which year was an approach and program named Joint Forest Management launched in context of National Forest Policy? So, Joint Forest Management എന്ന് പറയുന്ന പ്രോഗ്രാം എപ്പോഴാണ് ലോഞ്ച് ചെയ്തത്? 1988 സ്റ്റാർട്ട് ചെയ്തതാണ് ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം. So, Joint Forest Management Program is a partnership in ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്. ആരൊക്കെ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പാണ്? സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ആ പരിസരത്തുള്ള ലോക്കൽ കമ്മ്യൂണിറ്റീസും. സോ ഏത് സ്റ്റേറ്റിലെ കാടിനെ പറ്റിയാണോ ആ സ്റ്റേറ്റിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ആ പരിസരത്തുള്ള ചില ലോക്കൽ കമ്മ്യൂണിറ്റീസ് താമസിക്കുന്നുണ്ടല്ലേ അവരും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ് ഈ ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, ഫോറസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്. As per Forest Policy of Government of India in 1888, participation of local community living in and around the forest area is imperative need for the conservation and development of forest. അവരുടെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഈ ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് ഏത് സ്റ്റേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഒഡീഷയിലാണ് കേട്ടോ. ഓക്കെ, ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഒഡീഷയിലാണ്. 1988 ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത്. In which year did Narendra Modi propose to celebrate a day for yoga, International Day of Yoga, while speaking in United Nations General Assembly? നമുക്കറിയാം ഇപ്പോൾ നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഇതും നമുക്കറിയാം നമ്മുടെ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്ര മോദിജി അദ്ദേഹം യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ വെച്ചാണ് ഇത് ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത്. സോ എപ്പോഴാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. ഇത് സ്റ്റാർട്ട് ചെയ്തതും പ്രപ്പോസ് ചെയ്തതും രണ്ടും 2 വർഷമാണ്. പ്രപ്പോസ് ചെയ്തതാണ് ചോദിച്ചിരിക്കുന്നത്, അത് 2014 ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് 2015. ഓക്കെ, സോ 2014 പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, on September 27, 2014, Prime Minister Shri Narendra Modi, during his address to the United Nations General Assembly, proposed to dedicate June 21st as day to celebrate yoga across the world. ഓക്കെ, സോ 2014 അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്നു നമുക്ക് ജൂൺ 21 ഈ പറഞ്ഞ പോലെ യോഗയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലിയിൽ അദ്ദേഹം പ്രപ്പോസ് ചെയ്യുകയാണ്. പിന്നെ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട്, അപ്പോൾ ഇത് സെപ്റ്റംബറിലാണല്ലോ, അപ്പോൾ പിറ്റേ വർഷം ജൂൺ 21 തൊട്ട് സിൻസ് 2015 ഇൻ്റർനാഷണൽ യോഗ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. And the official theme for International Yoga Day 2024 യോഗ ഫോർ വിമൺ എംപവർമെൻറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ വർഷവും അതിനൊരു പർട്ടിക്കുലർ തീം ഉണ്ടാകും. അപ്പോൾ ഈ വർഷം 2024 യോഗ ഫോർ വിമൺ എംപവർമെൻറ്റ് ആയിരുന്നു. സോ പ്രപ്പോസ് ചെയ്തത് 2014,
അതിൻ്റെ ഭാഗമായി പിറ്റേ വർഷം 2015 തൊട്ടാണ് ഇന്റർനാഷണൽ യോഗ ഡേ ജൂൺ 21 ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത്. വിച്ച് among the following rulers adopted the title ദേവപുത്ര? ദേവപുത്ര എന്ന് പറയുന്ന ടൈറ്റില് ഏത് റൂളേഴ്സ് ആണ് സ്വീകരിച്ചിരുന്നത്? കുഷാൻ റൂളേഴ്സ് ആണ് കേട്ടോ. കുഷാൻ റൂളേഴ്സ്. കുഷാൻസിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂളറാണ് കനിഷ്ക അല്ലെ. കനിഷ്ക സെക്കൻഡ് അശോക എന്നറിയപ്പെടുന്നു. 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ ഇദ്ദേഹത്തിന്റെ സമയത്താണ്. അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട് കനിഷ്കയെ പറ്റി. അദ്ദേഹം വരുന്നത് കുഷാൻ റൂളേഴ്സിൻ്റെ അകത്താണ്. യൂച്ചി ക്ലാൻ ആയിരുന്നു. ഫൗണ്ടർ കുജൂല കാഡ്ഫിസിസ് 1 ആണ്. ഫൗണ്ടർ ആരാണ് കുഷാൻസിന്റെ? കുജൂല കാഡ്ഫിസിസ് 1 ആണ്. ഓക്കെ. കനിഷ്ക ദ മോസ്റ്റ് ഫേമസ്, ഹി ഈസ് ഓൾസോ നോൺ ആസ് സെക്കൻഡ് അശോക. ആൻഡ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടം 78 AD സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെയാണ് സാക്ക ഈറ എന്ന് പറയുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റ് വെച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യൻ കാലണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഫോളോ ചെയ്യുന്ന ആക്ച്വലി ഗ്രിഗോറിയൻ കാലണ്ടറാണ്, പക്ഷെ നമുക്ക് ഇന്ത്യൻ കാലണ്ടറും ഉണ്ട്, നമ്മുടെ മലയാളം കാലണ്ടർ പോലെ. സോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് സാക്ക ഈറ വെച്ചിട്ടാണ്. 78 AD അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പേട്രൺ ഓഫ് മഹായാന ബുദ്ധിസം. ഓക്കെ, പേട്രണൈസ്ഡ് മഹായാന ബുദ്ധിസം. ഈ 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിലിൽ വെച്ചിട്ട് ഹീനയാന ആൻഡ് മഹായാനയായിട്ട് ബുദ്ധിസം സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ മഹായാന ബുദ്ധിസത്തിൻ്റെ പേട്രൺ ആയിരുന്നു കനിഷ്ക. ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് ആൻഡ് മഥുര സ്കൂൾ ഓഫ് ആർട്ട് ഡെവലപ്ഡ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് കുഷാൻ റൂളർ കനിഷ്ക. ഓക്കെ, അപ്പോൾ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ടും അതുപോലെ മഥുര സ്കൂൾ ഓഫ് ആർട്ടൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഇദ്ദേഹത്തിൻ്റെ ടൈം പീരീഡിലാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ കോർട്ടിൽ ചില സ്കോളേഴ്സ് ഉണ്ട്. നമ്മൾ പലരുടെയും കോർട്ടിലെ സ്കോളേഴ്സിനെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഉണ്ട് പാർശ്വ, വാസുമിത്ര, അശ്വഘോഷ എഴുതിയതാണ് ബുദ്ധചരിത, നാഗാർജുന, ചരക, മഥര, ഇവരൊക്കെ കനിഷ്കയുടെ കോർട്ടിലെ സ്കോളേഴ്സ് ആയിരുന്നു. Next question. What is the name of the portal launched by government in 2022 that aims to ease the loan application and disbursement process in the by the applicant? So ലോണിൻ്റെ ആപ്ലിക്കേഷനും അതിൻ്റെ ഡിസ്ബേഴ്സ്മെൻറ്റും ഒക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് 2022 ഗവൺമെൻറ് ലോഞ്ച് ചെയ്തൊരു പോർട്ടൽ ഉണ്ട്. ആ പോർട്ടലിൻ്റെ പേരെന്താണ്? അപ്പോൾ ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള പോർട്ടൽ എന്താണത്? ജൻ സമർത്ഥ്. എന്താണ്? ജൻ സമർത്ഥ്. ഗവൺമെൻറ് ലോഞ്ച്ഡ് ജൻ സമർത്ഥ് പോർട്ടൽ ഓൺ 6th അതായത് ജൂൺ 6 2022 ടു പ്രൊവൈഡ് എ കോമൺ പ്ലാറ്റ്ഫോം ഫോർ അവൈലിംഗ് ലോൺസ് അണ്ടർ സർട്ടൻ ക്രെഡിറ്റ് ലിങ്ക്ഡ് ഗവൺമെൻറ് സ്കീംസ്. ഇതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് കണക്ട്സ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഓക്കെ, എല്ലാവരും ഇതിൻ്റെ അകത്ത് കണക്റ്റഡ് ആയി. ഈ ഒരു പോർട്ടലിൻ്റെ അകത്ത് ബെനിഫിഷ്യറീസ് ഉണ്ടാകും, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകും, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഏജൻസീസ്, നോഡൽ ഏജൻസീസ്, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു പോർട്ടലിൻ്റെ അകത്ത്. Applicants can initially access 13 credit-linked government schemes catering to youth, students, entrepreneurs and farmers via education loan, agriculture loan, business activity loan and livelihood loan. Jan Samarth portal eases the loan application and disbursement policy. Any applicant or beneficiary can register, check eligibility and under various government schemes and apply for loan through Jan Samarth portal. Okay, so ഈ ഒരു പോർട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് പല ടൈപ്പ് ഓഫ് ലോൺസും അവൈലബിൾ ആണ്. ഓക്കെ, കുട്ടികൾക്ക്, എൻ്റർപ്രണേഴ്സിന്, ഫാമേഴ്സിന്, യൂത്തിനൊക്കെ പറ്റിയ ഡിഫറെൻറ്റ് ലോൺസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏത് ലോൺസൊക്കെ ഗവൺമെൻറ് സ്കീം പ്രകാരം കിട്ടും, അത് എങ്ങനെയാണ് അവെയിൽ ചെയ്യേണ്ടത്, അത് അവെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് നോക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജൻ സമർത്ഥ് ഓർക്കുക, ജൻ സമർത്ഥ് എന്ന് പറയുന്നത് ലോൺ റിലേറ്റഡ് ആണ്. ഹെറോഡ് ദോമർ growth model is known for highlighting the role of saving and investment. Which 5-year plan is based on this model? ഓക്കെ, അപ്പോൾ ഏത് 5-year പ്ലാൻ? നമ്മുടെ പഞ്ചവത്സര പദ്ധതികളുണ്ടല്ലോ, അതിൽ ഏത് പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഹെറോഡ് ദോമർ ഗ്രോത്ത് മോഡൽ ബേസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്? ആദ്യത്തേതാണ് കേട്ടോ, ഫസ്റ്റ് 5-year പ്ലാൻ. അപ്പോൾ ഫസ്റ്റ് 5-year പ്ലാൻ എന്ന് പറയുമ്പോൾ 1951 തൊട്ട് 1956 വരെയാണ് ഫസ്റ്റ് 5-year പ്ലാൻ. മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണം എന്നായിരുന്നു അല്ലേ. ഫസ്റ്റ് വണ്ണിൻ്റേത് കൃഷി ഡെവലപ്പ് ചെയ്യണമെന്നായിരുന്നു. ഇതിൻ്റെ ടാർഗറ്റ് ഗ്രോത്ത് 2.1 ആയിരുന്നു. നമ്മൾ അച്ചീവ് ചെയ്തത് 3.6% ആയിരുന്നു. ആൻഡ് വാസ് ബേസ്ഡ് ഓൺ ഹെറോഡ് ദോമർ. ഓക്കെ, കുമാരി കമല വാസ് awarded Padma Bhushan in 1970.
She is a prominent artist of the dash tradition of dance. ഏത് ട്രഡിഷൻ ഓഫ് ഡാൻസ് ഫോം ആയിരുന്നു കുമാരി കമല റിലേറ്റഡ് ടു? വഴവൂർ സ്റ്റൈലാണ് കേട്ടോ, വഴവൂർ സ്റ്റൈല്. സോ Indian dancer, actress Kamala appeared in almost 100 Tamil, Hindi, Telugu, Kannada movies throughout her career. 1970, she became teacher of Vazhavur style of dance in which she specializes. അതുപോലെ തന്നെ നമ്മുടെ 1953 ക്വീൻ എലിസബത്ത് II കൊറോണേഷൻ സെറമണിയിൽ പെർഫോം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ കുമാരി കമലയാണ്. കലൈമാമണി അവാർഡ് 1967 ലഭിച്ചിട്ടുണ്ട്. സെൻട്രൽ സംഗീത നാടക അക്കാദമി അവാർഡ് 1968 ആൻഡ് 1970 പത്മഭൂഷൺ. ഓക്കെ, കുമാരി കമല. നൊബൽ പ്രൈസ് ഇൻ ഫിസിയോളജി ഓർ മെഡിസിൻ is awarded to 2022 നൊബൽ സമ്മാനം ഫിസിയോളജി ഓർ മെഡിസിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2022 കാര്യം കേട്ടോ ചോദിക്കുന്നത്. സോ അത് ലഭിച്ചത് സ്വാൻതെ പാബോനാണ്. ഓക്കെ, അപ്പോൾ 2022 ഫിസിക്സിന്റെ സമ്മാനം ലഭിച്ചത് അലൈൻ ആസ്പെക്ട്, ജോൺ ഹെഫ്ക്ലോസ്, ആന്റൺ സെയിൻഗ്ലിംഗറിനാണ്. കെമിസ്ട്രിക്കുള്ളത് കാരോലിൻ ബെർട്ടോസി, മോർട്ടൻ മെൽഡൽ, ബാരി ഷാപ്ലെസ്, ഇവർക്കൊക്കെയാണ് കെമിസ്ട്രിക്കുള്ളത് ലഭിച്ചത്. എക്കണോമിക്സിനുള്ളത് ബെൻ ബെർനാങ്ക്, ഡഗ്ലസ് ഡയമണ്ട്, ഫിലിപ്പ് ഡിബ്വിഗ്. പീസ് അവാർഡ്, നൊബേൽ പീസ് സമ്മാനം 2022 എൽഎസ് ബിയാലെറ്റ്സ്കി, റഷ്യൻ ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻ മെമ്മോറിയൽ ആൻഡ് ഉക്രൈൻ ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻ സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസ്. ലിറ്ററേച്ചറിനുള്ളത് ആനി നോക്സിനാണ്. ഇതെല്ലാം 2022 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഉള്ളത് 2023 24 ഡിക്ലെയർ ചെയ്തിട്ടില്ല. 23 ലാസ്റ്റ്, അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. 23 ഫിസിക്സിൻ്റെ ലഭിച്ചത് പൈറി അഗോസ്റ്റിനി, ഫെറങ്ക് ക്രോസ്, ആനി എൽ ഹ്യൂയിലറിനാണ് ഫിസിക്സിൻ്റെ 3 പേര്. മെഡിസിനുള്ളത് കിട്ടിയത് കെറ്റാലിൻ കാരിക്കോ, ഡ്രൂ വീസ്മെൻ. കെറ്റാലിൻ ആൻഡ് ഡ്രൂ. കെമിസ്ട്രിക്കുള്ളത് മൗങ്കി ബവെൻഡി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി എക്കിമോവ്. ലിറ്ററേച്ചർ ജോൺ ഫോസെ. പീസ് അവാർഡ് നർഗിസ് മുഹമ്മദി. ആൻഡ് എക്കണോമിക്സിനുള്ളത് ക്ലോഡിയ ഗോൾഡിനാണ്. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സെഷൻ. ഇന്നത്തെ സെഷനിൽ നമ്മളൊരു 20 ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം തന്നെ CGL മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പല പല ഏരിയയിൽ നിന്നുള്ള ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻ. സോ സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അടുത്ത സെഷനിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.